ഞാനും അഖിലേട്ടനും കൂടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ ഉപദേശമൊക്കെ പല ഭാഗത്തു നിന്നും കിട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഉപദേശം കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയായി. പക്ഷേ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിച്ചത്. ഓരോരുത്തർക്കും ഓരോ കുടുംബജീവിതങ്ങളായിരിക്കും അല്ലേ. അങ്ങനെ സിമ്പിൾ എന്നൊന്നും പറയണില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഷ്ടപ്പാടുണ്ടെങ്കിലും അത് നമുക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണല്ലോ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. പിന്നെ ഏറ്റവും വലിയ പേടി ഞാൻ കുക്ക് ചെയ്യുമോ, ഞാൻ എന്തെങ്കിലും വെക്കുമോ, വീട്ടിൽ രണ്ട് പേർ പുറത്തുനിന്ന് കഴിക്കുക. എനിക്ക് പുറത്തുനിന്ന് കഴിക്കാനൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. കാരണം പുറത്ത് പോയാൽ എന്താ കഴിക്കുക, ദോശ ഇഡ്ഡലിയോ, അതിപ്പോൾ വീട്ടിലുണ്ടാക്കിയാൽ പോരെ. ഫസ്റ്റ് ഈ വീട്ടിൽ വന്നിട്ട് റെഡിയാക്കിയത് കിച്ചൺ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു സ്റ്റാൻഡ് വാർക്കാൻ വെച്ചിട്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. നല്ല സ്റ്റാൻഡാട്ടോ, നമുക്ക് ഈസി ആയിട്ട് ചോറൊക്കെ വാർക്കാൻ വേണ്ടി പറ്റും. പിന്നെ പൂജാ റൂം സെറ്റായിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇപ്പോൾ എടുത്തത് കൊട്ടിയാന്താണ് കേട്ടോ, നല്ല മണമാണ് കേട്ടോ കൊട്ടിയാന്ത്. അതിന് ശേഷം പിന്നെ കിച്ചണൊക്കെ റെഡിയാക്കിയ ശേഷം പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീക്ക്ലി 1 or 2 മാത്രമേ ഫുള്ളായിട്ട് തുടയ്ക്കത്തുള്ളൂ. കാരണം അവിടെ പ്രത്യേകിച്ച് ഒന്നും ചളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ദിവസവും അടിച്ചിടാറാണ് കേട്ടോ പതിവ്. അതിനുശേഷം ഈ പാൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പാൻറ്റാണ് കേട്ടോ, നല്ല കംഫർട്ടബിളാണ്. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സാധനം. എനിക്കിങ്ങനെ ലൂസായിട്ട് കിടക്കണം കേട്ടോ. അഖിലേട്ടനെത്തി ചോക്ക് പൊടി കാണിച്ചതാട്ടോ, മഞ്ഞ ചോക്ക് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഹൈലൈറ്റ് മോളിലാണ് സിനിമ കാണാൻ വേണ്ടി പോയത്. പ്രാരാബ്ദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഖിലേട്ടൻ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കിടന്ന് കാണുന്ന ടിക്കറ്റൊക്കെ എടുത്തു പോയി കണ്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒബ്സഷൻ മൂവിക്കാണ് പോയത്. കുട്ടികളെയും കൊണ്ടൊന്നും ഒബ്സഷന് പോവാതിരിക്കുക കേട്ടോ. നമുക്ക് കപ്പിളായിട്ടൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഹൊറർ മൂവി ആണെന്നൊക്കെ പറയാം കേട്ടോ. പടത്തിനെ പറ്റി പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല, പക്ഷേ ഒരു ഗുഡ് പടം എന്നൊക്കെ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.